നമസ്കാരം. ഹോട്ടലിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സിംഗപ്പൂർ മിലിറ്ററിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ മെല്ലെ ചാങ്കി എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടത്തേക്ക് കാറിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള, എന്താ പറയണ്ടേ, യാത്രയ്ക്ക് കണ്ണിന് വളരെ സുഖമുള്ള കാഴ്ചകൾ തന്നെയാണ് പുറത്ത് കാണുന്നത്. നല്ല പച്ച ഗ്രീനറി തന്നെയാണ് കാണുന്നത്. അത് വളരെ കൃത്യമായി പരിപാലിച്ച് പൂക്കളും മരങ്ങളും ഇതൊക്കെ കൃത്യമായ രീതിയിൽ പരിപാലിച്ച് വൃത്തിയായി വച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു സുഖം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ റോഡിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതിന് ഒരു കാരണം എനിക്ക് തോന്നിയത് എല്ലാ വാഹനങ്ങളും ഒരു 80-100 കിലോമീറ്റർ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു വേഗത കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും അങ്ങ് കടന്നങ്ങ് പോയി കഴിഞ്ഞു. കാരണം ബ്ലോക്ക് ചെയ്തിങ്ങനെ വല്ലാത്തൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കൊന്നും പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് എല്ലാ വാഹനങ്ങളും ആ ഒരു വേഗത കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. To tell its own serene story, simple, tranquil, flowing like the ocean breeze. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളും ഹോൺ അടിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇനി അഥവാ ബ്ലോക്ക് ആയാൽ തന്നെ അത് ഈ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സ്വഭാവമില്ല. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കേരളത്തിലൊക്കെ ഉള്ള പോലത്തെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമേ ഇല്ല. അതെന്തോ ഒരു വലിയ തെറ്റായിട്ട് മറ്റേ കാണുന്നതാണെന്ന് തോന്നുന്നു. അത് ആ ഭാഷ നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ പിന്നെ വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ്ലി കംപ്ലീറ്റഡ് ആണ് എല്ലാ പരിസരങ്ങളും, റോഡും എല്ലാം. അവിടെ ഒന്നും കംപ്ലീറ്റ് അല്ലാത്ത കുറേ കാര്യങ്ങളോ അവശിഷ്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ. അങ്ങനെ ഒരു പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് സറൗണ്ടിങ്സിൽ കാണാൻ പറ്റും. All about words, but it sounds like you're envisioning an instrumental. ഇപ്പം നമ്മൾ ഈ സിംഗപ്പൂർ ബീച്ചിൻ്റെ സൈഡിലെ കൂടെ, ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിൻ്റെ സൈഡിലെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയുള്ളൊരു യാത്രയാണ്. I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling, ash rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. ഇത് കല്ലാങ് റോഡ് എന്ന് പറയുന്നൊരു പ്രദേശമാണ്. ഇത് സിംഗപ്പൂരിലൊരു റിച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പം റിച്ച് തന്നെ അപ്പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. The ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. അങ്ങനെ നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പം. അവിടെ ഒരു ലിറ്റിൽ ഇന്ത്യ തന്നെ, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേരും. വളരെ വിചിത്രമായൊരു സംഭവം. ഈ പോർഷെ ഇതിന് ഇവിടെ 90 ലക്ഷം രൂപയാണ്. അതിന് പ്രത്യേകത തമാശയിലല്ല, നമ്മുടെ ഷിഫ്റ്റിന് ഇവിടെ 70 ലക്ഷം രൂപ. ഓക്കെ.